ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വറുത്ത കോഴി കൊണ്ടൊരു കോഴി ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അത് മൂപ്പിച്ച് അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള ആ പേസ്റ്റും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ച് അതിനുശേഷം അതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തുള്ളത്, ആ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. അരി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് അത് അടച്ച് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ ചോറ് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അത് അടച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 4 സവാള, ചെറിയ മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞ് വെച്ചാൽ അത് നന്നായിട്ട് നമുക്ക് വറുത്ത് കോരാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വറുത്ത് കിട്ടും. അതിനുശേഷം ആ പാനിലേക്ക് തന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് പുരട്ടി വെച്ചിട്ടുള്ള അരമണിക്കൂർ മുന്നേ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഒന്ന് വറുത്ത് കോരാം. നല്ലോണം മൂപ്പിച്ച് വറക്കണ്ട. അതിനുശേഷം ആ വറുത്ത പാനിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും നമ്മളെ പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊന്നും നിങ്ങൾ നോക്കണം, ചിക്കൻ വറുക്കുന്നതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തൈരും കൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ ചോറെടുത്തിട്ട് ചോറിലേക്ക് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള ചോറിലേക്ക് നമ്മൾ ഈ മസാല മൊത്തമായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചോറും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യരുത്, നന്നായിട്ടൊന്ന് അതിൻ്റെ മേലേക്ക് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ആ സവാള വറുത്തതും മല്ലിച്ചപ്പ്, പുതിനയില ഇതൊക്കെ കൂടി ഒന്നിട്ട് ഒരു ചെറുനാരങ്ങ നീരും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് സിമ്മാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുക. നമ്മളുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.